എല്ലാവർക്കും നമസ്കാരങ്ങൾ. എനിക്ക് ഈ ന്യൂസ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എന്താണെങ്കിൽ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഐ ഹാവ് ബീൻ ലിസ്ണിംഗ് ടു ദാസ്ജി. ഐ ഓൾവേസ് കോൾ ഹിം ദാസ്ജി. എത്രയോ പാട്ടുകൾ കേട്ട്, റൈറ്റ് ഫ്രം ഹിസ് ഫസ്റ്റ് തമിഴ് സോങ് നീയും ബൊമ്മൈ നാനും ബൊമ്മൈ, ആദ്യത്തെ വന്ന എല്ലാ മലയാള പാട്ടുകൾ, പത്മതീർത്ഥമേ ഉണരൂ, എനിക്ക് വളരെ ഓർമ്മയുണ്ട്. ആ സമയത്ത് ദാസേട്ടനുക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഹി വാസ് സിംഗിങ് ഇൻ ഭരണി സ്റ്റുഡിയോ. ജയറാംജി ആൻഡ് മീ വി ബോട്ട് എ ഗാർലൻഡ് ആൻഡ് വെൻറ്റ് ടു ഭരണി സ്റ്റുഡിയോ ടു വിഷ് ഹിം സ്പെഷ്യലി ഫോർ ദ നാഷണൽ അവാർഡ്. അതുപോലെ 1974 കേരള സർക്കാർക്ക് വേണ്ടി 1 lakh ഹൗസിംഗ് സ്കീമുക്ക് വേണ്ടി ദാസ്ജി ടോൾഡ് മീ ദറ്റ് വി ഹാവ് ടു ട്രാവൽ ഓൾ ഓവർ, ഗിവ് കോൺസേർട്സ് ടു റേസ് ഫണ്ട്സിന് എന്നെ വിളിച്ച്. അത് എൻ്റെ ഭാഗ്യമാണ്. ദാസ്ജിയോട് ചേർന്ന് എത്രയോ സൂപ്പർ ഹിറ്റ് നമ്പേഴ്സ് ഇൻ മലയാളം, തമിഴ് ഞാൻ പാടി. പുഷ്പം ചൂടി മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങൂ, വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി. അതേപോലെ മാവിൻ്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺമൈന വിളിച്ചു, വാ 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 വാ. മാളിക കൂട്ടിലിരുന്നൊരു മൈന വിളിച്ചു, പെൺമൈന വിളിച്ചു, വാ വാ വാ. കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ, ഈ കരുകവയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപീലി കരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളികണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ, എന്നെ പൂക്കൂലേ. വാണിയമ്മ, കാരണം ഒരു കാര്യം പറയണം, കാരണം ഇപ്പോൾ സിംഗേഴ്സിന് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, കാരണം ഒരുപാട് ടെക്നിക്സ് ഉണ്ട് റെക്കോർഡിങ് സമയത്തൊക്കെ. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു റീടേക്സ് ഒന്നും തന്നെ ഇല്ലാതെ ഇത്ര സ്വരശുദ്ധിയോടെ നമുക്ക് ഈ ഗാനങ്ങളൊക്കെ തന്നെ തന്നതിന് നല്ലൊരു കൈയടി കൊടുക്കണം. താങ്ക് യു സോ മച്ച് വാണിയമ്മ. വാണിയമ്മ, 2 ലെജൻഡ്സ് ഇസ് ഓൾറെഡി ദെയർ ഓൺ സ്റ്റേജ്. യു ആൻഡ് ദാസ് സർ ഇസ് ദെയർ. അപ്പോൾ ഒരു ലെജൻഡ് ഇസ് ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഓവർ ദെയർ ടു കം ആൻഡ് ഗിവ് യു എ ഹഗ് ആക്ച്വലി, which is gonna be the moment of the day. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഉഷ ദീദി. നമ്മുടെ കേരളത്തെ എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്നിട്ട് പറയും. ഐ വുഡ് സേ ദാസ് ഈസ് ഗോഡ്സ് ഓൺ ഗിഫ്റ്റ് ടു ദ എൻറ്റയർ വേൾഡ്, ദ എൻറ്റയർ യൂണിവേഴ്സ് ഓഫ് ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്. ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് like nobody else has. And I'm a huge admirer of yours, huge admirer. I always pray for you and your family, Dasji. ശരിക്കും ഇപ്പോൾ കാണണമെങ്കിൽ ഇന്ത്യൻ സംഗീത ലോകത്തിലെ 3 പില്ലേഴ്സ് ആണ് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുന്നത്. ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിയയിലേക്ക് പോയോ? ലൈക്ക് amazing. What beautiful songs Vani has sung, Vani Amma, for the whole country, Bol Rahe Papihara, and so many wonderful duets with him. How lucky you are, as you say, Dasji. എൻ്റെ ഭാഗ്യമാണ്. How lucky. ദാസ്ജിയോട് ചേർന്ന് എത്രയോ വളരെ നല്ല നല്ല പാട്ടുകൾ കൊടുത്തു വെച്ചിരിക്കണമേ. കൊടുത്തു വെച്ചിരിക്കണം. Really superb. Thank you so much for having me on this stage with all of you.
I love you like anything, Usha. அதில் ஒரு குத்து இருக்கு, கொடுத்து வச்சிருக்கணுமேன்னு. அவளுக்கு பாட முடியல என்னோட டியூட், அதனால உடனே பாட வைக்கிறேன். இப்போ இல்லை, வாங்க வாங்க. ரெக்கார்டிங் முடிஞ்சு சொந்த பாட்டு பாடுறேன். வெள்ள பாட்டு பாடக்கூடாது. நம்ம 2 பேரும் டியூட் பாடுனதுக்கு அப்புறம் பாடுவோம். Done in front of the public. I'm so happy that I can do one duet. நம்ம ரொம்ப ஆசை, அதனால கொடுத்து வச்சிருக்கீங்க நீங்க என்ன சொன்னீங்க? கொடுத்து வச்சிருக்கணுமே இந்த மாதிரி அதிர்ஷ்டம், இந்த அதிர்ஷ்டசாலி. இல்ல கண்டிப்பா ஒரு நாள் வரும் பா, உனக்கு ஒரு நாள் வரும். ரொம்ப சந்தோஷமா இருக்கு. வாணியம்மா ஏன் இப்படி பாடுறாங்கன்னு ஒரு சந்தேகம் இருக்கும் உங்களுக்கு. ஏன்னா சின்ன வயசுல இருந்தே கிளாசிக்கல் நல்ல குடும்பத்தில், அவங்களோட குடும்பத்தில் எல்லாருமே கிளாசிக்கல். அவங்க அக்கா நல்ல கிளாசிக்கல் பாடுவாங்க. அவங்க அந்த கிளாசிக்கல்லையே வந்துட்டு ஹிந்துஸ்தானியும் படிச்சுட்டு, ஹிந்துஸ்தானி மியூசிக்னு சொல்கிறேன் நான், ஹிந்துஸ்தானி மியூசிக்கும் படிச்சுட்டு இது 2 வித்தியாசமாக பாடுறதுக்கு முயற்சி பண்ணி அந்த லெவலுக்கு அன்னையிலிருந்து இன்னைக்கு வர பாடுறதுன்னா தட் இஸ் த டெடிகேஷன். இது ஒரு பாடம். புது ஆர்டிஸ்ட்டுக்கு சும்மா ஒரு நாள்லேயே ஃபேமஸாக வரலான்னு நினச்சிக்க கூடவே கூடாது. நல்லா கற்றுக்கிண்டு யூ ஹேவ் டு லேர்ன் வெரி ப்ராப்பர்லி. யூ ஹேவ் டு செலக்ட் த குட் மாஸ்டர்ஸ். தே வில் ஃபீட் யூ. தென் யூ வில் அண்டர்ஸ்டாண்ட் உங்களுக்கு எவ்வளோ என்ன இருக்குது, என்ன கெப்பாசிட்டி இருக்குங்கிறது. இது இப்போ 5 வயசில் இருந்து நான் படிச்சுட்டு இன்றைக்கி கூட நான் ஒரு വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി എന്നേ പറയുള്ളൂ, ഞാനൊരു വിദ്വാനേ അല്ല. വിദ്വാൻ കോഴ്സിന് വന്നു ഞാനിവിടെ, പട്ടിണി കിടന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞു നീ വിദ്യാർത്ഥിയായിരുന്നാൽ മതി. അപ്പോൾ ഈ പഠിച്ച് തീരാൻ പറ്റാത്തൊരു സംഗീതമാണ് ഞാൻ പറയണത്. അവരൊക്കെ അതുപോലെ കഷ്ടപ്പെട്ട് പാടിയതുകൊണ്ടാണ് ഇന്നും ആ ഒരു സ്ട്രോങ് ആൻഡ് ദ ഫീൽ വരുന്നത്. ഇപ്പോൾ ടെക്നിക്കാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു, അതല്ല. ടെക്നിക്ക് ഇരിക്കട്ടെ, അതും സഹായം തന്നെയാണ്. പക്ഷെ ഓരോ വ്യക്തികളും അവരവർ പാടുന്നതിൻ്റെ, താൻ എന്താണ് പാടുന്നതെന്നുള്ളതിൻ്റെ നൊട്ടേഷൻ മനസ്സിൻ്റെ അകത്തുകൂടി നമ്മുടെ ഞരമ്പുകളിൽ കൂടി പോയാലേ ഇത് ഇപ്പോൾ കിളിയെ കിളിയെ എവിടെ നിർത്തണം, എവിടെ പിടിക്കണം എന്നുള്ളത് വരണമെങ്കിൽ ആ പ്രാക്ടീസ് വേണം. അതിനകത്ത് ഓരോന്നിനും ഓരോ ഭാവത്തിനും ഓരോ സ്വരങ്ങളുണ്ട്. കിളിയെ കിളിയെ ഇത് പ്രാക്ടീസ് ചെയ്യണം. കിളിയെ എന്ന് പാടിയാൽ ഒന്നും നടക്കില്ല. പാട്ടാണത്, സമ്മതിച്ചു. പക്ഷെ ആ ഭാവം വരണമെങ്കിൽ ആ ഭാവത്തിന് വേണ്ടി ഒരു മ്യൂസിക് ഡയറക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പാടിയാൽ തീർച്ചയായിട്ടും നമ്മളെ ലോകം സമ്മതിക്കും. അതോടൊപ്പം നീണ്ട നാൾ നിൽക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ വാണിയമ്മ ചെയ്യുന്നത്. ഈ സമയത്തിൽ എനിക്ക് എത്രയോ നല്ല നല്ല പാട്ടുകൾ കൊടുത്ത് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് നന്ദി പറയണം. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, സോങ് റൈറ്റേഴ്സ്, ഓൾ ദ ടെക്നീഷ്യൻസ് ഫോർ ഹാവിങ് അക്സെപ്റ്റഡ് മീ സോ നൈസ്ലി. ഓഡിയൻസ്, നിങ്ങൾ എനിക്ക് കൊടുത്ത ഒരു പ്രോത്സാഹം, ഒരു പ്രേമ എല്ലാം എനിക്ക് എപ്പോഴും ഇരിക്കണം. താങ്ക് യു സോ മച്ച്.